നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജൂതനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിറങ്ങിയ ഹമാസിന് കാലുകുത്താൻ ഒരു തരി മണ്ണില്ലാത്ത അവസ്ഥ. ഗാസയ്ക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണത്തിന്റെ 80% നഷ്ടപ്പെട്ടതായി സമ്മതിച്ചിരിക്കുകയാണ് ഒടുവിൽ ഹമാസ് എന്ന ഭീകര സംഘടന. സംഘടനയുടെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ഗാസ മുഴുവനായും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഹമാസിന്റെ ഒരു നീക്കങ്ങളും ഗാസയിൽ നടപ്പാകുന്നില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ഗാസയിൽ പല നീക്കങ്ങളിലേക്കും കടന്നിരിക്കുകയുമാണ്. ഈ ഘട്ടത്തിൽ തങ്ങളുടെ മണ്ണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഹമാസിനുണ്ടായിരിക്കുന്നു. കൈവിട്ട കളിക്കാണ് ഇസ്രയേലിന് നേരെ ഹമാസ് ഇറങ്ങിയത്. നുഴഞ്ഞുകയറി ഇസ്രയേലിൽ ജൂതരെ കൊന്നൊടുക്കിയതിന്റെ ഫലമാണ് ഇപ്പോൾ ഹമാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ വ്യോമാക്രമണങ്ങളുടെ ഫലമായി ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകർന്നുവെന്നും ഇത് തങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ BBC-യോട് വെളിപ്പെടുത്തിയത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചുമതലകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരോ വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഹമാസിന്റെ സുരക്ഷാ ഘടനയിൽ വൻ തിരിച്ചടിയാണ് ഏറ്റതെന്ന് ഇയാൾ പറയുന്നു. ഹമാസ് നേതൃത്വത്തിലെ 95% പേരും കൊല്ലപ്പെട്ടതായും ഇയാളുടെ വെളിപ്പെടുത്തലിലുണ്ട്. ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഹമാസ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണെന്നും ക്രിമിനൽ സംഘങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നുമാണ് ഇയാൾ പറയുന്നത്. ഹമാസിനിപ്പോൾ സൈനിക സംവിധാനങ്ങളില്ലെന്നും അവർ ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിരിക്കുന്നത്. മുൻ ഹമാസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ആദ്യം ഇസ്രയേലുമായുള്ള 57 ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഹമാസ് വീണ്ടും സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രയേൽ ഹമാസിനെ വീണ്ടും ലക്ഷ്യം വെച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയെന്നാണ് കരുതപ്പെടുന്നത്. 21 മാസത്തെ യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ചർച്ചകൾക്കായി ഒരു ദൗത്യ സംഘത്തെ അയച്ചിരുന്നു. നെതന്യാഹു വിശദമായ ചർച്ചകൾക്കായി അമേരിക്കയിൽ ഇന്ന് എത്തും. 20 ബന്ദികൾ ജീവിച്ചിരിക്കുന്നുവെന്നും 30 ബന്ദികൾ മരിച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ബന്ദികളെ തിരികെ കൊണ്ടുവരാനാകുന്നതെല്ലാം ചെയ്യുമെന്നും നെതന്യാഹു പറയുന്നു. ഉടൻ തന്നെ ബന്ദികളെ വിട്ടു നൽകണം എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം. എന്നാൽ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ വിട്ടുകൊടുത്താൽ പിന്നെ ഹമാസിന് സർവനാശമായിരിക്കുമെന്ന് നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ ബന്ദികളെ വെച്ചാണ് ഇപ്പോൾ വിലപേശുന്നത്. എന്നാൽ ഒരു പരിധിക്കപ്പുറം ബന്ദികളെ വെച്ച് വിലപേശൽ ഇനി നടക്കുകയുമില്ല. കാരണം ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ഗാസയിലെ പല മേഖലകളിലേക്കും ഇപ്പോഴും നടത്തുന്നുണ്ട്. ഹമാസിന്റെ പുതിയ ഒരു നേതാവിനെ പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ നേതാവിന്റെ വിശ്വസ്തനെ ഇസ്രയേൽ ആക്രമണത്തിലൂടെ വകവരുത്തിയിട്ടുണ്ട്. അടുത്തത് ആ നേതാവാണ് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്രയേൽ തങ്ങൾക്കൊരു കാലനായി മാറിയിരിക്കുന്നുവെന്ന് ഹമാസിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനിയും പൊരുതി നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹമാസ് ഒരു പൊടിക്കടങ്ങുകയാണ്. ഗാസ ഇനി ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 41 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. 2 അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ന്റെ ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ 57,000 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ. ഗാസയിലെ ഹമാസും പൂർണ്ണമായി ഇപ്പോൾ ഇസ്രയേലിന് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് എന്ത് വന്നാലും വെടിനിർത്തലിന് തയ്യാറാകരുത് എന്നായിരുന്നു ഹമാസിനോട് ഇറാൻ വെളിപ്പെടുത്തിയത്. എന്നാൽ ഒരു വെടിനിർത്തലില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹമാസിന് ബോധ്യപ്പെട്ടതോടുകൂടി അവർ മയപ്പെടുകയാണ്. ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഖത്തറിൽ പോയി നിരന്തരം കരച്ചിലായിരുന്നു വെടിനിർത്തലിന് വേണ്ടി ഇസ്രയേലിനോടും അമേരിക്കയോടും സംസാരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഒടുവിൽ വെടിനിർത്തൽ സാധ്യമാകുന്നു. പക്ഷേ
ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ നിന്ന് അവരുടെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇറാനെയാണ്. കാരണം ഇറാന്റെ പ്രോക്സിയാണ് ഹമാസ്. ഇറാൻ പതിറ്റാണ്ടുകൾ കൊണ്ട് പശ്ചിമേഷ്യയിൽ പടുത്തുയർത്തിയ സായുധ സഖ്യകക്ഷികളെയെല്ലാം ഇസ്രയേൽ US-ന്റെ സഹായത്തോടെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു ഇസ്രയേൽ നേരിട്ട് ഇറാനെതിരെ ആയുധം പ്രയോഗിച്ചത്. ലബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ എന്നിവരെയാണ് സുന്നി മേധാവിത്വമുള്ള പശ്ചിമേഷ്യയിലെമ്പാടുമായി ഇറാൻ പടുത്തുയർത്തിയ ശക്തികൾ. പശ്ചിമേഷ്യയിൽ ഇറാന് ശക്തമായി ഇടപെടാൻ കഴിയുന്ന തരത്തിൽ സിറിയയിൽ അസദ് ഭരണകൂടവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യയിൽ ഇറാൻ ഒറ്റയ്ക്കാണ്. ഗാസയിലും പലസ്തീൻ മേഖലകളിലും സ്വാധീനമുണ്ടായിരുന്ന ഹമാസിനെ അതിശക്തമായി ഇസ്രയേൽ 2 വർഷം കൊണ്ട് ഏതാണ്ട് നിശ്ചലമാക്കി. അതിൻ്റെ തലവന്മാരെയും നേതാക്കളെയും സാമ്പത്തിക ശേഷിയെയും പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ഇതേ സമയത്ത് തന്നെയായിരുന്നു ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയെയും ഇസ്രയേൽ തെരഞ്ഞു പിടിച്ച് വധിച്ചത്. US-ന്റെ സഹായത്തോടെ യമനിലെ ഹൂതി വിമതരെ വ്യോമാക്രമണങ്ങളിലൂടെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്തു. ഇറാഖിലെ ഷിയ സായുധ സംഘങ്ങളെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി ചിതറിച്ചു. ഇക്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നത് യമനിലെ ഹൂതികൾ മാത്രമാണ്. ഈ അവസരത്തിലാണ് ഇറാൻ ആണവായുധം വികസിപ്പിച്ചു എന്നാരോപിച്ച് ഇസ്രയേൽ നേരിട്ട് അവിടെയും ആക്രമിച്ചത്. ഇറാനിലെ ആയത്തുള്ള അലി ഖമനേയിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് ഇസ്രയേലിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിനടുത്തേക്ക് ഇസ്രയേൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.